എത്രയോ വർഷങ്ങൾ ഒരേ രാജ്യമായി നിലകൊണ്ട ഒരു പ്രദേശം മറ്റൊരു രാജ്യമാകുന്നു. 10 ലക്ഷത്തോളം പേർ മരിക്കുകയും 1 കോടിയിലധികം മനുഷ്യർ ഒന്നുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. 78 വർഷങ്ങൾക്ക് മുൻപ് 1947 ഓഗസ്റ്റ് ഇന്ത്യ അതിസൂക്ഷ്മമായി കീറി മുറിക്കപ്പെട്ടു. 2 പുതിയ പരമാധികാര രാഷ്ട്രങ്ങളായി ഇന്ത്യ വിഭജിക്കപ്പെട്ടു. കൊളോണിയൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങൾ പിറവിയെടുത്തിരിക്കുന്നു. ഇന്ത്യയോ പാകിസ്ഥാനോ അല്ല, ഈ ഉപഭൂഖണ്ഡം കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു മനുഷ്യൻ, മാപ്പ് വരയ്ക്കാനോ രാജ്യവിഭജനത്തിൽ പരിചയമോ ഇല്ലാത്ത ആ മനുഷ്യൻ 5 ആഴ്ചയ്ക്കുള്ളിൽ 2 രാജ്യങ്ങളെ വരച്ചുണ്ടാക്കിയ കഥ. ലോകത്തിലെ ഏറ്റവും വൈവിധ്യപൂർണവും ജനസാന്ദ്രതയുള്ളതുമായ ഒരു പ്രദേശത്തെ വിഭജിച്ച ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ ബാധിച്ച അതിർത്തി റാഡ്ക്ലിഫ് രേഖ എന്ന് അറിയപ്പെട്ട കഥ. ഒറ്റവരിയിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നത്ര നിസ്സാരമായിരുന്നില്ല കാര്യങ്ങൾ. ആശയക്കുഴപ്പവും പരിഭ്രാന്തിയും വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടായ ഒരു പറിച്ച നടലായിരുന്നു അത്. ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയും മുസ്ലിം ഭൂരിപക്ഷ പാകിസ്ഥാനും. ആരാണ് സിറിൽ റാഡ്ക്ലിഫ്? ഇന്ത്യ വിഭജനത്തിനായി എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു? ഇന്ത്യയുമായി യാതൊരുവിധ പൂർവ്വബന്ധവും ഇല്ലാത്ത ഒരു ബാരിസ്റ്ററായിരുന്നു റാഡ്ക്ലിഫ്. അയാളെ ഇതിനായി തിരഞ്ഞെടുത്തതിന് കാരണവും അതുതന്നെയാണ്. അയാൾക്ക് ഇന്ത്യയെ മുൻപരിചയമില്ല. വിവേചനമില്ലാതെ, മുൻധാരണകളില്ലാതെ നിഷ്പക്ഷമായി അയാൾ ആ ജോലി പൂർത്തിയാക്കും എന്ന് ലോർഡ് മൗണ്ട് ബാറ്റൻ വിശ്വസിച്ചു. സമ്മിശ്ര മതജനസംഖ്യയുള്ളതിനാൽ വിഭജിക്കപ്പെടേണ്ട പഞ്ചാബ്, ബംഗാൾ പ്രവിശ്യകൾക്കായി ഓരോ അതിർത്തി കമ്മീഷനുകളുടെയും അധ്യക്ഷനായി അദ്ദേഹത്തെ നിയോഗിച്ചു. 1947 ജൂലൈ 8 അദ്ദേഹം ആദ്യമായി ഇന്ത്യയിലെത്തി. കൃത്യമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനായി നിശ്ചയിച്ച തീയതിക്ക് 1 മാസം മുൻപ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഭൂമിശാസ്ത്രത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരിചയക്കുറവ് ഒരു ഗുണമായാണ് അന്ന് കണക്കാക്കപ്പെട്ടത്. ഈ ക്ലേശകരമായ ജോലിയെപ്പറ്റി റാഡ്ക്ലിഫ് തന്നെ പിന്നീട് ഒരിക്കൽ പറഞ്ഞത് അവസാനം എല്ലാവരും എന്നെ കൊല്ലും എന്നതായിരുന്നു. ആരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഒരു വിഭജനം നടത്താൻ സാധിക്കില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്. വലിയ തെറ്റുകൾ പറ്റാമെന്ന് മൗണ്ട് ബാറ്റന് മുന്നറിയിപ്പും നൽകി. വിഭജനത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ അതിർവരമ്പുകളിലൂടെ റാഡ്ക്ലിഫ് സഞ്ചരിച്ചു. സ്വന്തം ജന്മനാട് വിടാതിരിക്കാൻ പെടാപ്പാടുപെടുന്ന, കണ്ണീർ പൊഴിക്കുന്ന സാധാരണ മനുഷ്യരെ അയാൾ അന്ന് കണ്ടു. സ്വത്ത് സംരക്ഷിക്കാൻ പിടിപാടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രബലരും അയാളുടെ കണ്ണിലുടക്കി. സഞ്ചരിച്ച വഴികളും കണക്കുകളും മാപ്പുകളും നിരത്തി അയാൾ ഡൽഹിയിലിരുന്ന ഇന്ന് കാണുന്ന അതിർത്തി രേഖ വരച്ചെടുത്തു. ചോരയുടെ മണമുള്ള റാഡ്ക്ലിഫ് ലൈൻ അങ്ങനെയാണ് ജന്മമെടുത്തത്. 1971 പത്രപ്രവർത്തകനായ കുൽദീപ് നയ്യാറുമായുള്ള ഒരു അഭിമുഖത്തിൽ ലാഹോർ ഇന്ത്യക്ക് നൽകാൻ അവസാന ഘട്ടം വരെ താൻ എത്തിയിരുന്നുവെന്ന് അയാൾ ഓർത്തെടുത്തു. എന്നാൽ കൊൽക്കത്ത ആദ്യമേ നൽകിയതുകൊണ്ട് പാകിസ്ഥാന് ഒരു വലിയ നഗരം ആവശ്യമുണ്ടായിരുന്നു. ലാഹോർ കൂടി ഇന്ത്യക്ക് നൽകുന്ന പക്ഷം പാകിസ്ഥാന് ഒരു പ്രധാന നഗര കേന്ദ്രവും ഇല്ലാതാകും എന്ന ആശയക്കുഴപ്പം ബാക്കിയായി. ഇന്ത്യക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ലാഹോർ. ലാഹോറിലുണ്ടായിരുന്നത് ഭൂരിഭാഗം മുസ്ലിങ്ങളായിരുന്നെങ്കിലും അവിടുത്തെ സ്വത്ത് വകകളിൽ 80% ഹിന്ദു, സിഖ് വിഭാഗത്തിൽപ്പെട്ടവരുടേതായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച വിഭജനം പോപ്പുലേഷൻ അനുസരിച്ചായിരുന്നു. അതിനാൽ എന്തുകൊണ്ടും ലാഹോർ പാകിസ്ഥാന്റെ ഭാഗമായി. എന്റെ കൈവശമുള്ള സമയം വളരെ കുറവായിരുന്നു. ഒരുപക്ഷെ 2-3 വർഷം കൂടി സമയം ലഭിച്ചിരുന്നെങ്കിൽ ഇത് മെച്ചപ്പെടുത്താമായിരുന്നു എന്നാണ് വിഭജനത്തെക്കുറിച്ച് അന്ന് അദ്ദേഹം നയ്യാറിനോട് പറഞ്ഞത്. ഓഗസ്റ്റ് 12 തുടങ്ങി വെറും 5 ആഴ്ചകൾക്കുള്ളിൽ തന്റെ ശുപാർശകൾ മൗണ്ട് ബാറ്റണിന് മുന്നിൽ അയാൾ സമർപ്പിച്ചു. രാജ്യത്തെ കീറിമുറിക്കുന്നത് കാണാൻ കാത്തുനിൽക്കാതെ, ഇന്ത്യ സ്വതന്ത്രമായതിന് സാക്ഷ്യം വഹിക്കാതെ തന്നെ അടുത്ത ദിവസം അയാൾ രാജ്യം വിട്ടു. അദ്ദേഹം നടത്തിയ കണക്കുകൂട്ടലുകളും എഴുത്തുകുത്തുകളും അയാൾ കത്തിച്ചു കളഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപം അറിഞ്ഞതിനു ശേഷം ആ ജോലിയുടെ പ്രതിഫലം സ്വീകരിക്കാൻ വിസമ്മതിച്ചുവെന്നും ചരിത്രം പറയുന്നു. ഇന്ത്യയിലേക്ക് ഒരിക്കലും മടങ്ങി വരാതിരുന്ന അദ്ദേഹം 1977 ഏപ്രിലിൽ അന്തരിച്ചു. ഇത്രയും ക്ലേശകരമായ ജോലിയിലൂടെ ഞാൻ കടന്നുപോകുന്നു. എങ്ങനെ ചെയ്താലും അവസാനം അതിന് വലിയ പ്രത്യേകതകൾ ഒന്നും ഉണ്ടാകില്ല. കാരണം ഞാനിത് ചെയ്തു തീരുമ്പോൾ അവിടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മരണങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കും എന്ന് അയാൾ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്.